നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആൻ്റണി ഗോളടിച്ചു, പക്ഷേ റയൽ ബെറ്റിസ് പൊട്ടി യൂറോപ്പ ലീഗിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ യൂറോപ്പ ലീഗിൻ്റെ സെമി ഫൈനൽ ലൈനപ്പ് തീരുമാനമായിട്ടുണ്ട്. 2-4 ബ്രാഗയോട് രണ്ടാം പാദ മത്സരത്തിൽ റയൽ ബെറ്റിസ് പൊട്ടിയത്. ആദ്യ പാദം 1-1 അങ്ങനെ ഫൈനൽ റിസൾട്ട്, അഗ്രിഗേറ്റ് റിസൾട്ട് 3-5 പൊട്ടിയിട്ടാണിപ്പോൾ റയൽ ബെറ്റിസ് പുറത്തായിരിക്കുന്നത്. ഈ കളിയിൽ 13-ാമത്തെ മിനിറ്റിൽ ആൻ്റണി ഗോൾ അടിച്ചിരുന്നു. എസബ്ദയുടെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ വന്നത്. 26-ാമത്തെ മിനിറ്റിൽ എസബ്ദെ ഗോൾ അടിക്കിച്ചു. അങ്ങനെ 2-0 മുന്നിൽ നിന്നതിന് ശേഷം പിന്നെ 4 ഗോൾ തിരികെ വാങ്ങിയിട്ടാണ് റയൽ ബെറ്റിസ് ബ്രാഗയോട് പൊട്ടി പുറത്തായിരിക്കുന്നത്. അതേസമയം ആസ്റ്റൺ വില്ല ബൊളോഞ്ഞയ്ക്കെതിരെ 4-0 വിജയമാണ് നേടിയത്. അതായത് എതിരാളികൾ അഗ്രിഗേറ്റ് 7 പിടിപ്പിച്ചു. 7-1 ബൊളോഞ്ഞയെ പരാജയപ്പെടുത്തി. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോർട്ടോക്കെതിരെ 1-0 വിജയിച്ചു. അപ്പോൾ അഗ്രിഗേറ്റ് 2-1 വിജയവുമായിട്ട് അവരും സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. സെൽറ്റ വിഗോ വേഴ്സസ് ഫ്രീബർഗ് മത്സരം 3-1 ഫ്രീബർഗ് വിജയിച്ചതോടെ 6-1 അഗ്രിഗേറ്റ് വിജയവുമായിട്ട് അവരും സെമി ഫൈനലിലേക്ക് എത്തി. ഇപ്പോൾ സെമി ഫൈനലിലെ ഫിക്സർ വന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ഇംഗ്ലീഷ് ക്ലബ്ബുകൾ നേർക്കുനേർ വരികയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ആസ്റ്റൺ വില്ലയും നേർക്കുനേർ വരുന്നു. ആദ്യ സെമി ഫൈനൽ മത്സരം മെയ് 1 പുലർച്ചെ 12:30 അന്ന് തന്നെ ബ്രാഗയും SC ഫ്രീബർഗും തമ്മിൽ ഏറ്റുമുട്ടും. രണ്ടാം പാദ സെമി ഫൈനൽ മത്സരം മെയ് 8 മെയ് 8 12:30 ആസ്റ്റൺ വില്ല വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരം ആസ്റ്റൺ വില്ലയുടെ മൈതാനത്ത് നടക്കും. അതേസമയം തന്നെ ഫ്രീബർഗിൻ്റെ മൈതാനത്ത് ഫ്രീബർഗ് വേഴ്സസ് ബ്രാഗ മത്സരം നടക്കും. ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 21. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.